പെരുന്നാളിനാവാണ്. പെരുന്നാളിന് കുറെ ആയി ഷോപ്പിങ്ങിന് വെറുതെ ഒക്കെ പുറത്തിറങ്ങിയിട്ട് ഒരു രസമാണ് പെരുന്നാളിന് ഇറങ്ങാൻ. ബിക്കോസ് ഭയങ്കര തിരക്കായിരിക്കും. അതന്നെ കുറെ കാലത്തിന് ശേഷം ബൈക്ക് പോണ വേറെ തന്നെ ഒരു വൈബാണ്. ബിക്കോസ് എന്താ അറിയോ, കാറാകുമ്പോ ഒപ്പിടി നിർത്താൻ കഴിയില്ല. ബൈക്കാകുമ്പോ എല്ലായിടത്തും നിർത്താല്ലേ. വസിക്കാക്ക് ഇഷ്ടമല്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ ഫുള്ളൊരു വൈബായിരിക്കും. അപ്പൊ നമുക്ക് ഇന്നത്തെ വൈബ് എന്താ നോക്കാം. എന്നിട്ട് നാളെ പെരുന്നാളിലാണ്. അപ്പൊ അതിനുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കാൻ. ബീച്ചിലൊക്കെ ആണെങ്കിൽ ഇപ്പൊ നല്ല തിരക്കായിരിക്കും. അതിനുവേണ്ടി നമ്മളെ ഏരിയയിലേക്ക് പോകില്ല. ഞാൻ വിചാരിച്ചു ബീച്ചിൽ പോയി വെക്കാന്ന് പറയായിരിക്കും. അപ്പതാ നമ്മളെ നാട്ടില് ഫുള്ള് തിരക്ക് സംഭവങ്ങളൊക്കെ ഇതാ തുടങ്ങി കഴിഞ്ഞിരിക്കുന്നു. എല്ലാ പീടികയിലും ഫുള്ള് ആൾക്കാരാണ്. കോഴിപ്പീടിയുള്ള ആൾക്കാർ ഫുള്ള് ആൾക്കാർ സാധനങ്ങൾ പോയി. എന്താ ചെയ്യാ, പോയി തിന്നാതെ എന്ത് പെരുന്നാള്. അതുപോലെ ബീഫിന്റെ വീഡിയോയിൽ തിരക്കുണ്ട് കേട്ടോ. എല്ലാ സാധനങ്ങളും വിറ്റ് കഴിയുന്ന സമയമാണ്. പിന്നെ ഡ്രസ്സിന്റെ വീഡിയോ പറയണ്ട, കാല് കുക്കായടല്ല, അത്രക്കും തിരക്കാണ്. ഇനി നമ്മൾ ഏറ്റവും തിരക്കുള്ള സ്ഥലത്തേക്കാണ് പോണേ. എന്താ വെച്ചാൽ നമ്മള് ഫലക്കിന് ഡ്രസ്സ് എടുത്തിട്ടില്ല അല്ലേ. ഓള് ഇവിടെ ഇല്ലാത്തോണ്ട് പിന്നെ ഓള് ഉറങ്ങാണ്. അപ്പൊ നമ്മള് ഓഫീസിൽ വരാൻ വിചാരിച്ചു. ബേബിന്റെ ഷോപ്പുകളിലൊക്കെ എന്താ തിരക്ക്. ഈ ഷോപ്പുകളിലൊന്നും തിരക്കില്ല. തിരക്കുള്ള ഷോപ്പിലേക്കാണ് നമ്മൾ പോണത്. പണ്ട് ഞാൻ വല്ല ഐസ്ക്രീമിന്റെ സെഷനില്, അതുപോലെ മേക്കപ്പിന്റെ സെഷൻസില്, അങ്ങനെ പല സെഷനിലും ഉണ്ടായി. ഇപ്പൊ ഞാൻ നിൽക്കുന്ന സെഷൻ നോക്ക്. വാവ്, വാട്ട് എ ട്രാൻസിഷൻ. പാമ്പർ സെഷൻ. പെരുന്നാരാവിന് അണ്ടിപ്പരിപ്പും ബദാമും വാങ്ങുന്ന നമ്മളാണ്. അപ്പൊ കണ്ടില്ലേ പാമ്പേഴ്സ്. ഇതിന്റെ വലുതൊന്നുണ്ട്, ഹിബന്റെ വീട്ടിലായി പോയി. ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. അതിനെ കൂടെ ചെറുതൊന്ന് വാങ്ങാൻ വെച്ചു അല്ലേ. ഏതാ വാങ്ങണ്ടേ? മതിയില്ലേ. പിന്നെ നമ്മള് ഫലക്കിന് ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. അത് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അല്ലേ. ഓക്കെ, അടിപൊളിയായ നല്ല ഡ്രസ്സായിരുന്നു. ഓക്കെ, ഹിബക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലമാട്ടോ അത്. ഈ സൂപ്പർ മാർക്കറ്റ് ഹിബന്റെ ഫേവറേറ്റ് സൂപ്പർ മാർക്കറ്റാണ് നമ്മുടെ നാട്ടിലെ. എന്താ ഇതിന്റെ പേര്? നമ്മൾ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ പണ്ട് വീഡിയോക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്ന സ്ഥലമാണ് ഇത്. ലോട്ട്സ് ഓഫ് മെമ്മറീസ്. പക്ഷെ ഇപ്പൊ തീരെ വാങ്ങല്ലേ. നമുക്ക് ചലഞ്ച് റീസ്റ്റാർട്ട് ചെയ്താലോ? ഇനി റീസ്റ്റാർട്ട് ചെയ്യാം. ഇപ്പൊ ഹിബക്ക് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് റീസ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇപ്പൊ വെയ്യ, അതിനെ കൊണ്ട് അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാത്ത സാധാരണ വ്ളോഗ് ഇടുന്നത്. ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ ഗായ്സ്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനത്തെ സാധനങ്ങളാട്ടോ നമുക്ക് വേണ്ടിയത്. ഇപ്പം മഞ്ഞ കിട്ടി, മഞ്ഞ അടിപൊളി. ഇത് മതിയില്ലേ? പാമ്പേഴ്സ് വരെ ഇനിയിപ്പോൾ സെലക്ട് ചെയ്യേണ്ടി വരും പണ്ടാറടങ്ങാൻ ഗൈസ്. അപ്പോൾ പെരുന്നാരാവായിട്ട് ഒന്ന് സൂപ്പർ മാർക്കറ്റ് വരെ വന്നാണ് അല്ലേ ഹിബ. എന്തെങ്കിലും ഒന്ന് വാങ്ങണം, വെറുതെ പൈസ തീർക്കണം അല്ലേ. ഹിബക്ക് സൂപ്പർ മാർക്കറ്റ് വരായിട്ട് ഒരു മൂഡില്ല അല്ലേ. വാ, ഇവിടെ എന്തൊക്കെ ഉണ്ടോ നോക്കാം നമുക്ക്. അയ്യോ, ഈ പൊന്നുകൂടത്തിന് എന്തിനാ പൊട്ട്? ഇത്രയും ലുക്കുള്ള നമുക്ക് എന്തിനാ മേക്കപ്പ് ഹിബ? ഇതെന്താ ഗൈസ്, ഇവിടെ പോയി ചെറിയ കുട്ടികളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് കൊണ്ടേക്കും സൂപ്പർ മാർക്കറ്റിൽ. അതിലിവിടെ നമ്മളെ ചെറിയ കുട്ടിയല്ലേ കൊടുക്കാം, നമ്മളാ കൊടുങ്ങൽ. പാട്ട വേണോ കക്കൂസിലേക്ക്? വാങ്ങാൻ ചെറിയ ബക്കറ്റ് പാട്ടി എന്തിനാണ് മോളെ? എല്ലാരും കുളിക്കണ ബക്കറ്റ്. ഞമ്മളൊക്കെ മണ്ണിൽ കിടന്നതാ കുളിച്ച. എന്റെ കുട്ടിക്കായി മതി. അതേസമയം ഇവിടെ ഇതിന്റെ പ്രിപ്പറേഷൻസ് തുടങ്ങി ഗൈസ്. എന്താ വെച്ചാ ഉള്ളി ഇതാ വെട്ടി വെച്ചിരിക്കുന്നു, അതുപോലെ ചിക്കൻ ഇതാ പൊരിഞ്ഞിരിക്കുന്നു. എന്തൊക്കെ അവിടെ സംഭവിക്കുന്നത് ഇന്ന് ഫുള്ള് ജോറായിരിക്കും. നല്ല മണം വരുന്നുണ്ട്. ഇതിന്റെ പ്രിപ്പറേഷൻസ് തുടങ്ങുന്നുള്ളൂ. മമ്മി ഈസ് ദ കിങ്. നമുക്ക് മമ്മിയോട് ചോദിച്ചു നോക്കാം പ്രിപ്പറേഷൻസ് എവിടെ വരെ എത്തി. എങ്ങോട്ടാണ് ഈ ഡ്രസ്സൊക്കെ? ഇതുകൊണ്ട് എങ്ങട്ടാ? പുതിയ ഡ്രസ് കാണിച്ചു കൊടുക്കും. എനിക്ക് ഫസ്റ്റ് എടുക്കുന്ന ഡ്രസ് കാണിച്ചു കൊടുക്ക്. പെരുന്നാളിന് എടുക്കുന്ന കാണിച്ചു കൊടുക്ക്. എടുത്ത് കവറടെ എടുത്തു കൊണ്ടുവരും. ഇതെന്താ വേണ്ട പലകിട്ട് കാണിച്ചു കൊടുക്കണം. അത് നിവർത്തി കാണിച്ചു കൊടുക്ക്. ഈ വൈറ്റ് സൂപ്പർ ഡ്രസ് ഫല, നല്ല രസമുണ്ട്. അപ്പൊ ഫലക്കിന്റെ ഡ്രസ് എങ്ങനെയുണ്ടെന്ന് എല്ലാരും പറയാല്ലേ. എല്ലാരും നല്ല അടിപൊളിയാണെന്ന് പറയണട്ടാ അല്ലേ ഫലക്ക്? എല്ലാരും ലൈക്ക് അടിക്കാൻ പറഞ്ഞോളാം. അപ്പൊ ഫലക്ക് ഡ്രസ്സൊക്കെ മടക്കി ഓളെ സ്വന്തം മടക്കി വെക്കും. നല്ല അടിപൊളിയായിട്ട് മടക്കും. ഓളെ ഡ്രസ്സുകളൊക്കെ ഓളെ നിലവിലേക്ക് സൂക്ഷിക്കും. ഫലക്ക് ഡ്രസ്സൊക്കെ മടക്കണില്ല ഫലക്ക്?
കണ്ടില്ല മടക്കണ സാറാ മോനെ സൂപ്പർ സൂപ്പർ. ഞാൻ കവർ കാണിച്ചെടുത്തു. ഈ വയസ്സിൽ പോലും മടക്കല്ലേ ഫലക്കെ ചുറ്റി കൂട്ടില്ലല്ലേ. അങ്ങനെ നമ്മൾ വീണ്ടും പുറത്തു പോയിട്ട് ഒരു സാധനം വാങ്ങി. ആ സാധനം ഇവിടെ കാണിച്ചു കൊടുക്കുന്നു. വാ വാ. എത്ര പൈസയാണ് ഗൈസ് ഈ പെൺകുട്ടികൾ ഡ്രസ്സിന് വേണ്ടി ചിലവാക്കുന്നത് എന്നുള്ളത്. ഇതാരാ ഡോക്ടറോ? ഹായ്, എനിക്ക് ചെറിയൊരു പ്രശ്നമുണ്ട്, ഒന്ന് റെഡിയാക്കി തരോ? എനിക്ക് ജലദോഷം ഉണ്ടോ, ഒന്ന് റെഡിയാക്കിയേ. ഇവിടാണ് പ്രശ്നം ഡോക്ടർ. ഇവിടെ ബംഗുണ്ട്, എല്ലാരും ഇതാ. ഞങ്ങൾക്കൊക്കെ പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? ഇത് ഡോക്ടറായിട്ട് ഇവിടെ നടക്കുക ഗൈസ്. ഇത് വല്ലാത്തൊരു സാധനം ഗൈസ്. ഇപ്പൊ വീണ്ടും പൈസ പൊട്ടിച്ച് ഞാൻ കാണിച്ചുതരാം. എന്തിനാ എത്ര പൈസന്റെ പെരുന്നാൾ ഡ്രസ് ഞാൻ മേടിച്ചു കൊടുത്താന്നറിയാം. എന്നിട്ട് വീണ്ടും ഓൾക്ക് മാക്സി വേണം പോലും. പിന്നെ നോക്ക്, അടുത്ത് നോക്ക്, 2 മാക്സി ഡ്രസ്. എന്താണ് ഇത്? ഞാൻ ഇടാൻ പോകും. എപ്പടി ഇருக்கு മമ്മി? നോക്കേ, ഇവന്റെ മാക്സി എങ്ങനെയുണ്ട് ഗൈസ്? ഇപ്പൊ ഞാൻ ഇടുമ്പോളെ ആ സ്റ്റിച്ച് പൊട്ടിയോന്നൊരു സംശയം. എനിക്ക് കീറുന്ന ശബ്ദം. ഗൈസ്, അപ്പൊ എല്ലാവർക്കും ഇത് പറഞ്ഞപ്പോ കുളിച്ച് മാറ്റി മാക്സി ആയിട്ട് മാറ്റി കുറച്ച് കഴിഞ്ഞിട്ട് ഡ്രസ്സൊക്കെ മാറ്റി വിചാരിച്ച്. അപ്പൊ ആദ്യം എനിക്ക് നമ്മളെ യാരബോളെ മാറ്റി കൊടുക്കണം. യാരെന്താ അവിടെ? യാരാ അമ്മ, യാരക്ക് ഈദ് മുബാറക്. യാരക്കുട്ടി ഈദ് മുബാറക്. ചിച്ചാനി അമ്മന്റെ യാരൂടീനി, അമ്മന്റെ യാരൂടി ചിച്ചാനി. രാവിലെ തന്നെ നല്ല മൂഡിലാണ്. അപ്പൊ നമുക്ക് ഇനി താഴേക്ക് പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. ഓക്കെ, ഇതായിട്ട് എന്താ പരിപാടി ഫൽക്കിന്? പൈസ കിട്ടീനല്ലേ? ഇതെന്താ തിന്നണെന്താ? സമൂസ തിന്നാ. അപ്പൊ ഇവിടെ സ്നാക്സ് ഒക്കെ തിന്നോണ്ട് ഇങ്ങനെ നമസ്കാരം. ഇവിടെ പുതിയ സിസ്റ്റം. ഇവിടെ ഇപ്പൊ ചായ ഇല്ല, നേരെ ബിരിയാണിയിലേക്കാണ് മടിയായിട്ട്. അതല്ല, ഇവിടെ എന്നും ചോറ് വേസ്റ്റ് ആക്കും എല്ലാവരും. വിളിച്ചാലൊന്നും വരില്ല. അപ്പം ഫസ്കാക്ക് കിട്ടൊരു പണി എടുത്താ മമ്മി. ഈ ബംഗൂരൊക്കെ വിളിച്ചാൽ എന്തിനു മടിയാ വരാന് ഫസ്കാക്കൊക്കെ, അതുകൊണ്ടാക്കിയത്. എന്റെ വക ഈദ് മുബാറക്. ഫലക്കിന്റെ വക ഈദ് മുബാറക്. ഓക്കെ, ഈ സ്നാക്സ് ഒക്കെ ഒന്ന് കഴിക്കാൻ നമുക്ക് ഉപ്പായ നടത്തുക. How samosa? Super? Super. Great. It's great. You like it? പലക്കെ ഇവിടെ നിന്നിട്ട് എന്റെ ഔട്ട്ഫിറ്റ് കാണിച്ചോട്ടെ. നല്ല ടേസ്റ്റ് ഉണ്ടോ? ടേസ്റ്റ് ഉണ്ടോ മോനെ? സൂപ്പർ സൂപ്പർ കേട്ടോ. പെരുന്നാളായിട്ട് എല്ലാരും സിയാറത്ത് ചെയ്യാൻ വേണ്ടി പോവാണ്. കണ്ടോ, ഇതാണ് നമ്മളെ ബീച്ചിന്റെ അടുത്തുള്ള പള്ളി, കണ്ണമറം പള്ളി. നീ എന്ത് നിസ്കരിക്കാനാ കൊച്ചേ? എന്റെ പൊന്നു മാതാവേ, ഈ കൊച്ചിനെ കൊണ്ട് ഞാൻ തോറ്റു. വിശക്കുണ്ടോ? എനിക്ക് നല്ല വിശക്കും. ഇവിടെ ഒന്നും തിന്നാൻ കിട്ടൂല. തിന്നാനല്ല വന്നത്, തിന്നുന്ന വിചാരമുള്ള കൊച്ചേ നിനക്ക്. എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. പലക്ക് വിടുവാ ഫോട്ടോ നിന്നോ. അങ്ങനെ നമ്മൾ സിയാറത്തൊക്കെ കഴിഞ്ഞ് വന്നു. എല്ലായിടത്തും പോയി എല്ലാ വല്യപ്പന്മാരും വല്യമ്മമാരൊക്കെ കണ്ട്. അങ്ങനെ കണ്ടു വന്നപ്പോൾ ഒരാളെ ഇവിടെ ഡ്രസ്സൊക്കെ ചെയ്ത് നിർത്തിയിട്ടുണ്ട്. നമുക്ക് നമ്മളെ യാരമോളെ പെരുന്നാൾ ഡ്രസ്സ്, 2 പെരുന്നാൾ ഡ്രസ്സ് ഉണ്ട് യാരമോൾക്ക്. ഇതൊരു പെരുന്നാൾ ഡ്രസ്സാണ്. മമ്മി അപ്പൊ അങ്ങനെ കളിപ്പിച്ചോ ആണ് നിൽക്കുന്നത്.
അപ്പൊ ഇതാണ് കേട്ടോ നമ്മളെ യാരന്റെ ഡ്രസ്സ്. നമുക്ക് ഒരു വൈറ്റ് ട്രൗസറിയിൽ പോക്കറ്റ് ഒക്കെ ഉണ്ട്. പിന്നെ ഇത് ഹുഡിയാണ്. തലയിൽ കൂടെ കിട്ടണക്കട്ടെ ഒന്ന് ഇട്ടാ. റെയിൻകോട്ടായിട്ട് ഉപയോഗിക്കാം അല്ലേ? ഡ്രസ്സൊക്കെ മാറ്റി എല്ലാരെ കാണിക്കാൻ വേണ്ടിട്ട് റേഞ്ചായി വന്നിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഹിബന്റെ ഡ്രസ്സ്. ഔട്ട്ഫിറ്റ് എടുത്തത് എന്താ മാലൊക്കെ? ഇത് ഞാൻ അന്ന് വാങ്ങി തന്ന ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ. ഓ അടിപൊളി അടിപൊളി സൂപ്പർ അടിപൊളി സ്റ്റൈലിംഗ് ആണ്. ഇത് ഞാൻ സ്റ്റൈൽ ചെയ്ത് കൊടുത്താട്ടോ. എങ്ങനെ ഉണ്ടെന്ന് എല്ലാരും പറയണം. കോട്ടൊക്കെ എടുത്ത് ഇവിടെ പരക്കമുണ്ട്. ഞാൻ പണ്ടത്തെ ഒരു പ്രഭുദേവ സ്റ്റൈലാണ് പിടിച്ചത്. അടിപൊളിയാ. ബാക്കില് ഒരു ഡ്രസ്സിന്റെ അടിപൊളിയായിരുന്നു. ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആൻഡ് ബ്ലാക്ക്, വൈറ്റും ബ്ലാക്കും പിന്നെ ബ്ലാക്കും വൈറ്റും ഇതൊക്കെ ആയിട്ടത് റേഞ്ചാണ്. പക്ഷെ ഇന്നത്തെ ഈ പ്രാവശ്യത്തെ ഹിബൻ ഇതെന്താ ഹിബ വള്ളിയൊക്കെ ഉണ്ടല്ലോ ഹിബ? അതെന്തിനാ? അല്ല ഈ തന്നെ ഓൾറെഡി ഒരു വള്ളി കേസാണ്. ഇനിയിപ്പോ അതിന് വേറെ വള്ളി ഉണ്ട്. അപ്പൊ ഇതാണ് ഔട്ട്ഫിറ്റ്. ഇനി നമ്മള് യാര ഉറങ്ങാം അല്ലേ? ഈ കുറച്ച് കഴിഞ്ഞ് നമുക്ക് ഫോട്ടോ സെഷൻ ഒക്കെ പിന്നെ ഫലക്കുണ്ട് നമ്മളെപ്പരം. അപ്പൊ ഇനി ബിരിയാണി ബിരിയാണി കോഴി പൊരിച്ചത്, അച്ചാറ്, തൈര്, എല്ലാ ഐറ്റംസും ഉണ്ട് അല്ലേ? കൊടുക്ക പിന്നെ ബിരിയാണി ഒക്കെ തിന്നായിട്ട് കാണാം അല്ലേ? പെരുന്നാളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഊള പെരുന്നാൾ. ഓ ഗൈസ് ബോറടിച്ച് ചത്ത് എല്ലാരും ഉറങ്ങി മരിക്കുന്നുണ്ട്. എനിക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല. എനിക്ക് കുറച്ച് പരിപാടികളുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോസ് ഇതൊക്കെ എടുക്കാനൊക്കെ ഉണ്ടായിരുന്നു. നേരത്തെ ഫോട്ടോസ് ഒക്കെ എടുത്താൽ വീഡിയോ എടുക്കാൻ പറ്റിയില്ല അല്ലേ? ആ ഫോട്ടോസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ തൂക്കാം സൈഡിൽ അല്ലേ? നമ്മളെ ക്യാമറമാൻ കുറച്ച് ഫോട്ടോസ് വീഡിയോസ് ഒക്കെ എടുക്കുന്നുണ്ട്. അത് നമ്മളിപ്പോ കൊടുക്കാട്ടോ. അത് കണ്ടിട്ട് നിങ്ങൾ വരി. അതൊക്കെ ഒന്ന് തിന്നിട്ട് നമുക്ക് രണ്ടാക്കും കൂടി പോയിട്ട് ഉറങ്ങാം. ഓക്കെ ആരും മഞ്ഞ ഉറക്കാട്ടോ. എടാ ഒരു ഈദ് മുബാറക്ക് പറയും നമ്മളെ പ്രേക്ഷകരോട്. ഗൈസ് അപ്പൊ ഈദ് മുബാറക്ക് മമ്മി എല്ലാവർക്കും ഒരു ഈദ് മുബാറക്ക് കൊടുക്കാം. എങ്ങോട്ടാ പോണത്? കണ്ടാ പോവാ? ഓക്കെ ഓക്കെ ഗൈസ് അപ്പം എല്ലാരും കുടുംബ വിസിറ്റിനൊക്കെ പോവാണ്. ഇവക്കും പോയിക്കൂടെ? അയ്യോ അങ്ങോട്ടേക്ക് ഞാനില്ലേ. അതിനെക്കാട്ടിയല്ലേ ഞാനൊരു കാര്യം ചെയ്യാം. ബ്രഹ്മയുഗം ടി വിയിലിട്ട് കാണുന്നതാ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതേപോലെയാണ് അവിടെ. ഓക്കെ ഗൈസ് ഇവന്റെ വീട്ടിലെ കേറ്റൂല. അവിടെ പടി അടിച്ച് പിണ്ടം വെക്കുന്നു. അപ്പൊ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ ഈദ് വ്ളോഗ്. ഇത്ര തന്നെ ഉള്ളൂ അല്ലേ? വലിയ പെരുന്നാളിന് വലിയ ആഘോഷങ്ങളൊന്നും ഇല്ല. ചെറിയ ചെറിയ ആഘോഷം. ചെറിയ പെരുന്നാളാണ് വലിയ വലിയ ആഘോഷങ്ങൾ അല്ലേ ഹിബ? അപ്പൊ എന്തായാലും ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ഷെയർ ചെയ്യാം. ബെല്ലൈക്കൺ നമ്മൾ വീഡിയോ ഇത് പറയാം.